നമ്മുടെ ബിസി ലൈഫ് എന്നൊക്കെ ഒന്ന് മാറി നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഫാമിലിയുടെ കൂടെ ഒരു അടിപൊളി ഹോട്ട് ടബ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ അതിന്റെ ബെസ്റ്റ് സ്പോട്ട്. ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്ത സമയത്ത് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ടൈം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ഏരിയയില് കുറച്ചപ്പുറത്തായിട്ട് ഒരു പോടും കൂടിയേ ഉള്ളൂ. അടുത്തെങ്കും ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും ആർക്കും ഒരു പ്രശ്നവും ഇല്ല. പിന്നെ പ്രധാനമായിട്ട് ഈ ഹോട്ട് ടബ്, രാവിലെ എഴുന്നേറ്റ് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇതിനകത്തേക്ക് വരലായിരുന്നു ബാനുസിന്റെ പ്രധാന പരിപാടി. 5-6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഹോട്ട് ടബ് ആയിരുന്നു കേട്ടോ ഇത്. ആൻഡ് ഈ ഹോട്ട് ടബിൽ ഇരുന്നിട്ട് കാണുന്ന വ്യൂ ആണെങ്കിൽ അതിലും അടിപൊളി. ഇനി ഹോട്ട് ടബിൽ ഇരുന്ന് കുറച്ച് മടുത്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ഈ ഒരു പോഡിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളിലേക്കായിരുന്നു ഈ ഒരു സ്റ്റേ. ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രിഡ്ജ് ഉണ്ട്, അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള യൂട്ടൻസിൽസും അവനും ഒക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് TV ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫുള്ളി റിലാക്സ് ആവാനായിട്ട് ഒരു ദിവസമെങ്കിലും വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യണം. ബാനുസിനും അവള് പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേക്കേഷൻ ആയിരുന്നു ഇത്. കാരണം ഇവിടെ ബീച്ചിൽ പോയാലും വാട്ടർ തീം പാർക്കിൽ പോയാലും ഫുള്ള് തണുപ്പാണല്ലോ. പക്ഷേ ഇവിടെ ഹോട്ട് ടബ് ആയതുകൊണ്ട് തന്നെ ബാനുസിന് ഫുൾ ടൈം വെള്ളത്തിൽ കിടന്ന് കളിക്കാൻ പറ്റി.